തരംഗം എന്ന് പറയുന്ന മൂവി ചെയ്തു. 8 വർഷമായ സിനിമ ഇറങ്ങിയിട്ട് വിചാരിച്ച പോലെ ഒരു വിജയം തിയേറ്ററിലും അതിന് ശേഷവും ഉണ്ടായില്ല. അത് 8 വർഷം വേണ്ടി വന്നു ഡൊമിനിക് അരുണിന്റെ അടുത്തൊരു സിനിമ ഇറങ്ങാനായിട്ട്. ഡൊമിനിക്കിന്റെ ഒരു യാത്ര എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ഡൊമിനിക് ഈ പറയുന്ന പോലെ ഈ ടൈം ഗ്യാപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും പോലെ. പക്ഷേ ഓരോ പ്രൊജക്റ്റ് പിച്ച് ചെയ്യാനുള്ള എല്ലാ പല പല സബ്ജക്റ്റുകളുമായിട്ട് അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഓരോരോ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. ഞാനും ഡൊമിനിക്കും കൂടി ചേർന്നൊരു പരിപാടി ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതും നെസ്ലിനോട് തന്നെ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഡിസ്കഷനിലേക്ക് ഇരിക്കുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് വേഫെയറിൽ കയറി ഓണാവുകയും എന്നാൽ പിന്നെ ഇതാദ്യം ചെയ്യാം എന്നുള്ള രീതിയിൽ നേരെ ലോകയിലേക്ക് പതിയെ കയറുമായിരുന്നു. അതിനുശേഷം എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടന്നു. പിന്നെ എനിക്ക് നിമിഷിന്റെ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, ആദ്യം കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയി അവിടുന്ന് ഓക്കെ ആയില്ല, പിന്നെയാണ് DQ-നാവുന്നത് പറഞ്ഞത്. DQ-യും നിമിഷും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം എനിക്ക് തോന്നുന്നു നിമിഷ് പറഞ്ഞ കാര്യങ്ങൾ പുള്ളിക്കാരനും ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ ഇവരും പ്രൊഡക്ഷൻ എങ്ങനെ ഇത്ര രൂപയ്ക്ക് ഒരു സിനിമ ചെയ്ത് അത് ഇത്ര രൂപയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ആ മൈൻഡ് സെറ്റോടുകൂടി എടുത്ത സിനിമയും അല്ല അത്. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത്, എന്തൊക്കെയാണോ ആവശ്യം, ഒരു കോംപ്രമൈസും ഇല്ലാതെ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആ പൈസയൊക്കെ അവർ അതിലിറക്കിയിട്ടാണ് ഈ സിനിമ മുഴുവൻ ചെയ്തത്.